GST നികുതി ഇളവ് നടപ്പിലാക്കുന്നതിനാൽ നാളെ മുതൽ രാജ്യത്ത് GST സേവിങ്സ് ഫെസ്റ്റിവൽ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി. ജനങ്ങളുടെ സമ്പാദ്യം വർദ്ധിക്കും, ഇഷ്ടപ്പെട്ട ഇനങ്ങൾ വില കുറഞ്ഞു വാങ്ങാൻ കഴിയും, എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനം ലഭിക്കും. ഈ ഉത്സവകാലത്ത് എല്ലാവരുടെയും ഹൃദയം മധുരം കൊണ്ട് നിറയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. साथियों, रिफॉर्म एक अनवरत चलने वाली प्रक्रिया होती है. जब समय बदलता है, देश की जरूरत बदलती है, तो नेक्स्ट जनरेशन रिफॉर्म भी उतने ही आवश्यक होते हैं. इसलिए देश की वर्तमान जरूरतों और भविष्य के सपनों को देखते हुए जीएसटी के ये नए रिफॉर्म्स लागू हो रहे हैं. नए स्वरूप में मुख्य रूप से अब सिर्फ 5% और 18% के ही टैक्स स्लैब रहेंगे. इसका मतलब है रोजमर्रा के इस्तेमाल की ज्यादातर चीजें और सस्ती हो जाएगी. खाने पीने का सामान, दवाइयाँ, साबुन, ब्रश, पेस्ट, स्वास्थ्य और जीवन बीमा, ऐसे अनेकों सामान, अनेकों सेवाएं या तो टैक्स फ्री होगी या फिर केवल 5% टैक्स देना होगा. GST പരിഷ്കാരങ്ങൾ വിശദീകരിക്കുന്നതിനായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി സ്വദേശി നയം വീണ്ടും അടിവരയിട്ട് വ്യക്തമാക്കി. രാജ്യത്ത് നമുക്ക് എന്തുൽപ്പാദിപ്പിക്കാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യണം. സ്വാശ്രയത്വത്തിലും ചെറുകിട വ്യവസായത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചും കൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. മനു ഭരത് വിവരങ്ങൾ നൽകും. മനു, എന്തൊക്കെയാണ് പ്രധാനമായും അദ്ദേഹം ഊന്നി പറഞ്ഞത്? എന്തോ ഡബിൾ ബൊണാൻസ എന്നാണ് പ്രധാനമന്ത്രി ഈ തീരുമാനത്തെ വ്യക്തമാക്കിയത്. നേരത്തെ 12% ഇളവ്, 12 ലക്ഷം വരെ ഒരു ഇളവ് നികുതിദായകർക്ക് ലഭിച്ചിരുന്നു, ആദായ നികുതിദായകർക്ക്. ഇപ്പോൾ അതിന് പുറകെയാണ് GSTയിലും സമാനമായ ഒരു നികുതി ഇളവ് വരുന്നത്. അപ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഇരട്ടി മധുരം അല്ലെങ്കിൽ ഡബിൾ ബൊണാൻസയാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇത് ഉത്സവങ്ങളുടെ കാലമാണ്. ഈ ഉത്സവകാലത്ത് എല്ലാവർക്കും മധുരം നൽകാൻ കഴിയുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. നാളെ മുതൽ ആരംഭിക്കാനിരിക്കുന്നത് ഉത്സവങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമ്പോൾ അത് സേവിങ്സിൻ്റെ കൂടി ഉത്സവങ്ങളാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. അപ്പോൾ സമ്പാദ്യത്തിൻ്റെ ഒരു ഉത്സവം ആരംഭിക്കാൻ പോകുന്നു. സാധാരണ ജനങ്ങളിലേക്ക് പണമെത്താൻ പോകുന്നു. 2.5 ലക്ഷം കോടി രൂപയാണ് ജനങ്ങൾക്ക് ഈ തീരുമാനങ്ങളിലൂടെ ലഭിക്കാൻ പോകുന്നത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. അത് രാജ്യത്ത് വലിയ മാറ്റത്തിന് വഴിവെക്കും. രാജ്യത്ത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയപ്പെടും. എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ ചെറിയ വിലയ്ക്ക് ആളുകൾക്ക് വാങ്ങിക്കാൻ കഴിയും. ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് വിപണിക്ക് ഉണർവ് നൽകും എന്നൊക്കെ പ്രധാനമന്ത്രി ആശ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ എല്ലാ വിഭാഗം ആളുകൾക്കും ഇതൊരു നേട്ടമാകും എന്ന് അദ്ദേഹം പറയുന്നു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ അദ്ദേഹം ആളുകൾക്ക് ആശംസകൾ നേരുന്നു. 19 മിനിറ്റ് നീണ്ടുനിന്ന ആ ഒരു അഭിസംബോധന ഇന്ത്യ രണ്ടാം തലമുറ നികുതി പരിഷ്കരണങ്ങളെക്കുറിച്ച് വിവരിച്ച പ്രധാനമന്ത്രി അത് രാജ്യത്തിൻ്റെ ഒരു പുതിയ ഉണർവ് നൽകുമെന്നും സാമ്പത്തികമായ വലിയ മുന്നേറ്റത്തിന് വഴിവെക്കുമെന്നും വ്യക്തമാക്കുന്നു. സ്വദേശിയാണ് രാജ്യത്തിൻ്റെ നയം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് പ്രാധാന്യം നൽകുക, പ്രാദേശികമായ ഉത്പാദനം വർദ്ധിപ്പിക്കുക, ആ തരത്തിൽ ഒരു സാമ്പത്തിക മുന്നേറ്റം നടത്തുക എന്നൊരു ആഹ്വാനം കൂടിയാണ് പ്രധാനമന്ത്രി നൽകുന്നത്. റൈറ്റ്, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയ. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ആഗോള അയ്യപ്പ സംഗമം പരാജയമാണെന്ന പ്രതിപക്ഷവാദം തള്ളി സർക്കാരും CPM-ഉം. സംഗമം ആഗ്രഹിച്ചതിൽ കൂടുതൽ വലിയ വിജയമായെന്നും പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്നും ദേവസ്വം മന്ത്രി BN വാസവൻ കുറ്റപ്പെടുത്തി. 4126 പേരാണ് സംഗമത്തിൽ പങ്കെടുത്തതെന്നും ഇതിൽ 2125 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണെന്നും മന്ത്രി വിശദീകരിച്ചു. ആളുകൾ കുറവെന്നത് കള്ളപ്രചാരണമാണെന്ന് വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞ കസേരകൾ ദൃശ്യങ്ങളാകുമെന്ന വിചിത്രവാദം ഉന്നയിച്ചു. അതേസമയം അയ്യപ്പ സംഗമം പരാണ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം.
വിഭാഗീയത സൃഷ്ടിച്ച് വർഗീയത കത്തിക്കാനുള്ള നീക്കമാണ് സർക്കാരിൻ്റെതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ആരോപിച്ചു. ജി ശ്രീത്ത് നൽകും വിവരങ്ങൾ. ആഗോള അയ്യപ്പ സംഗമം പരാജയമാണെന്ന പ്രതിപക്ഷ വാദങ്ങൾക്കിടെയാണ്, സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചരണത്തിനിടെയാണ് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് CPIM-ഉം ഒപ്പം സർക്കാരും രംഗത്ത് വന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് തുടക്കം ഇതിനെതിരായ പ്രതിരോധവുമായി എത്തിയത്. വലിയ വിജയമാണ് ആഗോള അയ്യപ്പ സംഗമം. മാത്രമല്ല, ഇത്രയധികം ആളുകൾ പങ്കെടുത്തു. ഈ ആളൊഴിഞ്ഞ കസേരകൾ എന്നത് അത് AI സൃഷ്ടിയാണ് എന്നൊരു വിചിത്രവാദം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പോരെ, അത് അത്രയും പോരെ. ഈ വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ മാധ്യമങ്ങളുണ്ട്. ആ കള്ളപ്രചരണം വേറെന്താ കള്ളപ്രചരണം? അതാണ് നിങ്ങൾ എന്നാ പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ട് 400 നിങ്ങൾ പറഞ്ഞ 400 എത്രയാ പങ്കെടുന്ന പറഞ്ഞ നിങ്ങൾ 600 സംതിങ്. ശുദ്ധ അസംബന്ധം പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ? അതാ പറഞ്ഞത്. ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. വേണമെങ്കിൽ AI ഉപയോഗിക്കാം. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിനെന്താണ് സംശയം? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ബാധിക്കുന്നത്? ആർക്ക് വേണ്ടി ബാധിക്കുന്ന? എന്തായാലും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് പിന്നാലെ ദേവസ്വം മന്ത്രിയും സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തി. കണക്കുകൾ നിരത്തിയായിരുന്നു മന്ത്രി VN വാസവന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. ഈ യോഗം തുടങ്ങുന്നതിന് മുന്നുള്ള ദൃശ്യങ്ങളാണ് ചില മാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനടക്കം മുഖ്യമന്ത്രിക്കൊപ്പം വന്നതിൽ തെറ്റില്ല. ഒരേ ലക്ഷ്യത്തോടെയാണ് വന്നത്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശത്തെക്കുറിച്ചും ആ സന്ദേശത്തിൽ വർഗീയമായ ഒന്നുമില്ല. എല്ലാ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം നൽകിയിരുന്നു. അപ്പോൾ കിട്ടിയ മറുപടികൾ തങ്ങൾ വായിക്കുകയാണ് ചെയ്തത്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അയ്യപ്പ സംഗമത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ 18-അംഗ സമിതിയെയും രൂപീകരിച്ചിട്ടുണ്ട്. 12ത്തെ അയ്യപ്പ സംഗമത്തെയും എതിർക്കുന്നില്ല. അവിടെ നിന്ന് ആശയങ്ങൾ ഉണ്ടായാലും അതും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതൊക്കെ ആർക്കും നടത്താമെന്നാണ് ദേവസ്വം മന്ത്രി മറുപടി പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ഒരു വിശ്വമാനവീയയുടെ മഹാസംഗമമായി മാറി. 4126 പേർ പങ്കെടുത്തിട്ടും നമുക്ക് ഹാളിൽ അവരെ മുഴുവൻ ഇരുത്താൻ പറ്റിയില്ലെങ്കിലും കുറേ പേർ സ്റ്റാൻഡ് ചെയ്യേണ്ടി വരും. ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് രാവിലെ 8 മണിക്കും 7:30 മണിക്കും 9 മണിക്കും ഒക്കെ എടുത്ത് ഒരേ ഭാഗം കൊടുത്തിട്ടുള്ള ആളുകളാണ് ഈ ഒഴിഞ്ഞ കസേര കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തി. ഒരാൾ പോലും ഒരു പരാതി വിദേശത്ത് നിന്ന് വന്നവരോ സ്വദേശത്ത് നിന്ന് വന്നവരോ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ അവിടുത്തെ PCC ഉപാധ്യക്ഷൻ വരെ പങ്കെടുത്തിരുന്നു. ഇന്ന് വാർത്ത വന്നിട്ടുണ്ട് പത്രത്തിൽ. അദ്ദേഹത്തോടും ചോദിച്ചു, ഒരു പരാതിയില്ല, എല്ലാം ഭംഗിയായി കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തിയത്. എന്തായാലും ഇന്ന് മുസ്ലിം ലീഗാണ് ആദ്യം ഈ അയ്യപ്പ സംഗമത്തെ അത് പരാജയമാണെന്ന നിലപാടുമായി ഇന്ന് രംഗത്ത് വന്നത്. ഇന്നലെ കോൺഗ്രസ് നേതാക്കളൊക്കെയും രംഗത്ത് വന്നിരുന്നതാണ്. PMA സലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആളുകളില്ല എന്ന് മാത്രമല്ല, ഈ MV ഗോവിന്ദന്റെ AI എന്ന വാദത്തെയും അദ്ദേഹം മറ്റൊരു മറുപടിയിലൂടെ ഖണ്ഡിക്കുകയാണ്. ഈ ആളുണ്ട് എന്ന് വരുത്തി തീർക്കാനായിരിക്കും AI ഉപയോഗിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ അതിശക്തമായി ഈ അയ്യപ്പ സംഗമത്തെ വീണ്ടും വിമർശിക്കാൻ തയ്യാറാകുകയാണ്. വർഗീയത ആളിക്കത്തിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നാണ് ലീഗ് ചൂണ്ടിക്കാണിച്ചത്. സത്യത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ഏർപ്പാടല്ല. അയ്യപ്പ സംഗമം എന്ന പേരിൽ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇറങ്ങി പോകാൻ സമയത്ത് ഒരു തിരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു നാടകം കളിച്ചത് എന്തിനാണ്? നിഖില മേഖലകളിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ മുങ്ങിത്താവാൻ പോകുന്ന സമയത്തുള്ള പെടച്ചിലാണ് നമ്മൾ ഈ കാണുന്നത്. ഏതൊക്കെ വൈക്കോൽ തുരുമ്പ് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ശ്രമിക്കുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കസേരകളിൽ ആളുണ്ടാക്കാൻ AI ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. AI ഉപയോഗിച്ച് കസേരകൾ നടക്കാൻ നോക്കിയിട്ട് പോലും വിജയിച്ചില്ല.